നേരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ എനിക്ക് അങ്ങനെ വിളിച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാവരും ആരാണെങ്കിലും എൻ്റെ മക്കളുടെ പോലെ കാണിച്ചു. സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് കരിമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു 76 വയസ്സുള്ള ഒരു അമ്മച്ചി നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടാണ്. അപ്പോൾ ആരാണ് അമ്മച്ചി എന്നും അമ്മച്ചി നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കി തരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ 76 വയസ്സുള്ള പാർവതി അമ്മ. പാർവതി അമ്മ ഇപ്പോഴും ഈ പ്രായത്തില് സ്വന്തമായിട്ട് വീട്ടിലൂണ് നടത്തി കുറെ പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന അമ്മയാണ്. ഇപ്പൊ പാർവതി അമ്മ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്. എന്താണ് പാർവതി അമ്മ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്? സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഐക്കൂറ ഒരു മീൻകറി. ഐക്കൂറ മീൻകറിയാണ് ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. നമ്മൾ ഉണ്ടാക്കേണ്ട സാധാരണ മീൻകറി, അത് കൂടാണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അമ്മച്ചി ഇന്ന് ഐക്കൂറ നല്ല അടിപൊളിയായിട്ട് കറി വെച്ചിരും. അത് നല്ല പാലക്കാട് സ്റ്റൈലല്ലേ അമ്മച്ചി? പാലക്കാട് സ്റ്റൈൽ. അപ്പൊ കുറെ അമ്മച്ചിയുടെ വിശേഷങ്ങളും ഒപ്പം നമുക്കൊരു പാലക്കാടൻ ഐക്കൂറ കറിയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോ അമ്മച്ചി സ്പെഷ്യൽ ഐക്കൂറ കറി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളിത് നല്ല അടുപ്പില് വിറകടുപ്പിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മച്ചി പറയുന്നത് അതിനാണ് ടേസ്റ്റ് കൂടുതലാണ് അല്ലെ അമ്മച്ചി? ശരിയാണ്. അപ്പൊ നമ്മൾ എന്നാ പിന്നെ നേരെ ഇങ്ങോട്ട് കറി ഉണ്ടാക്കാൻ പോവാ. സാധനങ്ങളൊക്കെ എവിടെ അമ്മച്ചി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ചേച്ചിയാണ്. അമ്മച്ചിക്ക് പ്രായമായതുകൊണ്ട് ഇതൊക്കെ എടുത്തു വെക്കാനും സഹായിക്കാനായിട്ടൊക്കെ നിൽക്കുന്ന ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയുടെയും കൂടെ ഒന്ന് പരിചയപ്പെട്ടേക്കാൻ. ചേച്ചിയുടെ പേരൊന്ന് പറഞ്ഞേരെ. എന്റെ പേര് വേശു. എന്റെ അടുത്ത വീടാണ്, തൊട്ട വീട്. തൊഴിലുറപ്പിന് പോകും എല്ലാവർക്കും. അപ്പൊ അമ്മയ്ക്ക് സഹായിക്കാൻ ഇങ്ങോട്ട് വരും, ഇടയ്ക്കൊക്കെ വരും. പോകുന്നതിനിടയ്ക്ക് അമ്മയ്ക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സാധനങ്ങളൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അത് കഴിഞ്ഞ് എന്നെ അമ്മച്ചി ഇട്ടത് ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ടുണ്ട്. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഇത് ഇട്ടത് അറിഞ്ഞില്ല കേട്ടോ. അമ്മച്ചി ഭയങ്കര ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം അല്ലേ? അടുത്ത് തന്നെ ഇട്ടെന്ന് പച്ചമുളക്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ നേരത്തെ അമ്മച്ചി അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ. നമുക്ക് പെട്ടെന്നുള്ള എളുപ്പത്തിന് വേണ്ടിട്ടല്ലേ? ചെറിയ ഉള്ളി ഒത്തിരി നാള് കൂടിയാണ് ഇങ്ങനെ വിറകടുപ്പിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് കാണുന്നത്, കറിയൊക്കെ വെക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാരും ഗ്യാസ് ഒക്കെ അല്ലേ ഉപയോഗിക്കുന്നത്? ഗ്യാസ് ആണെങ്കിലും വിറകടുപ്പിൽ വെച്ചാലാണ് രുചി. അമ്മച്ചിയുടെ ഭക്ഷണത്തിന്റെ രുചിയുടെ രഹസ്യം വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണെന്ന് അല്ലേ? ഊണ് കഴിക്കാനൊക്കെ ആൾക്കാർ വരാൻ സമയമായോ? ഇല്ല 12:30 1 മണി നമ്മളത്. അത്ര സമയമാവും അല്ലേ? 1 മണി നമ്മളൊക്കെ തന്നെ റെഡി ആവുള്ളൂ. അന്നേരത്തിന് അമ്മച്ചി എല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാവും. എന്തോരം കറികളൊക്കെ അമ്മച്ചി ഉണ്ടാക്കി? ഒരു മീൻകറി, ഒരു സാമ്പാർ, ഇന്ന് മോരുകറിയാണ്, ഒരു ഉപ്പേരി, പിന്നെ അച്ചാറ്, ഇഞ്ചിപ്പുളി, കൊണ്ടാട്ടമുളക്, ഇത് ഒത്തിരി ഉണ്ടല്ലോ, പപ്പടം, പിന്നെ മീൻ വറുത്തത്. ഇത്രയും കറികൾ അമ്മച്ചി തന്നെ ഉണ്ടാക്കുവോ? രാവിലെ എപ്പോ എണീക്കും അമ്മച്ചി? ഇത്ര 6 മണിക്ക് എണീക്കുള്ളൂ. സഹായിക്കാൻ ആളുണ്ടല്ലോ. ഉച്ചയാകുമ്പത്തേന് സാധനം റെഡിയായ ഒക്കെ റെഡിയാക്കി കൊടുത്ത മകൻ വിളമ്പി കൊടുത്തോളൂ. ഇതെങ്ങനെയാ മൂത്ത് വരണോ അമ്മച്ചി? മൂത്ത് വരണം. നമ്മള് കൊടംപുളി ഇട്ടാണ് വെക്കുന്നത്. അപ്പോഴാണ് രുചി അല്ലേ? അതെ, വാളംപുളിനെക്കാട്ടിലും നല്ലത് കൊടംപുളിയാണ്. ഇടാൻ പോണത് മുളക് പൊടി. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇടണം അല്ലേ? എന്തൊരു മുളക് പൊടി ഇടണം? കുറച്ച് വേണ്ടു. 2 സ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, തക്കാളി, കൊടംപുളി മൊത്തം അങ്ങ് ഇടുക അല്ലേ? നാടൻ രീതിയിലുള്ള കറിയാണ്. അതെ, നാടനാണ്. ഇപ്പൊ ഈ കൊടംപുളി ഇടുമ്പോൾ നമ്മൾ വിനാഗിരി അങ്ങനെ ഒന്നും ഒഴിക്കില്ല.
കുടംപുളി ഇട്ടു. ഇനി ഇതിന്റെ പുറത്തേക്ക് കറിവേപ്പില ഇടും അല്ലേ? മണം വരുന്നുണ്ട്, മണം വരുന്നുണ്ട്. ഇച്ചിരിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ? കുടംപുളി ഒന്ന് വെന്ത് വരാം. കൂണൊക്കെ വെച്ച് കൊടുക്കാൻ തുടങ്ങി. ഞാൻ 1969 തുടങ്ങിയതാണ്. 69 തുടങ്ങി. അന്നൊന്നും ഇത്ര വിലയില്ല. 20 ഉറുപ്പ്യ അന്നൊക്കെ അണയാണ് 2 അണ 1 അണ 2 മുക്കാല്. അന്നത്തെ കാലത്ത് അങ്ങനെ. ഇപ്പൊ അമ്മച്ചി എത്ര രൂപയ്ക്ക് ഇവിടെ ഊണ് കൊടുക്കും? 50 ഉറുപ്പ്യ. ഇപ്പോഴും 50 രൂപയ്ക്കാണ്. 50 രൂപയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് പോവാം. മീൻ വറുത്തത് കൂട്ടി. അതെ, മീൻ വറുത്തത്, അച്ചാറുകള്, പിന്നെ രസം, ചിലപ്പോ മോരുണ്ടാവും. എന്തുണ്ടെങ്കിലും ഞാൻ സുഖമായിട്ട് കൊടുക്കും. 50 രൂപയ്ക്ക് കൊടുക്കും. വയറ് നിറച്ചുണ്ണ. ഇതിലേക്ക് ഉപ്പിടുന്നല്ലേ? നമ്മള് അപ്പൊ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കാണ് എടുത്തോ. കൊട്ടുണ്ടോ നന്നായി ഓരോരോ കഷ്ണങ്ങളായിട്ട്. അതെ. ആഹാ, അടുപ്പിൽ നല്ല തീയുള്ളത് കൊണ്ട് പെട്ടെന്ന് റെഡിയാകുമല്ലേ? ഗ്യാസിലാവുമ്പോ കൊറേ സമയം അടുപ്പിലുണ്ടാക്കണേനാണ് വേറെ ടേസ്റ്റാ. നമ്മളൊക്കെ ഇപ്പൊ എളുപ്പത്തിന് വേണ്ടി ഓടല്ലേ. അതെ, എല്ലാരും സമയമില്ലല്ലോ അല്ലേ ഒന്നിനും. നമ്മുടെ മീനൊക്കെ എങ്ങനെ പോയി മേടിക്കാം? നമുക്ക് സ്ഥിരമായിട്ട് ഒരാളുണ്ട്, അവരുടെ അടുത്ത് പോയി മേടിക്കും. മേടിച്ചോണ്ട് വരിക ചെയ്യാം. അവര് വിളിച്ച് പറയും മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും മേടിക്കുന്നതല്ലേ, കൊറേ കാലമായിട്ട് പോയിട്ട് മേടിച്ചിട്ട് വരും. മീൻകറി മീനാണോ സ്പെഷ്യലായിട്ട് വെക്കുക അതോ വേറെ എന്തെങ്കിലും? ഞായറാഴ്ച ചിക്കൻ കറി വെച്ച് കൊടുക്കും. അപ്പൊ ഇപ്പൊ ചിക്കന് വില അധികമായപ്പോ എന്നാലും ഞങ്ങൾ വെക്കും. അതാ ഇന്നമായിരിക്കാണ് പറയും. അപ്പൊ അത് മതി പറയും. അങ്ങനെ മീനൊക്കെ തന്നാ മതി. അതെ, അത് മതി. നമ്മൾ കാര്യം പറയണ്ടേ, അല്ലെങ്കിൽ അതിലെന്താ വിചാരിക്കുക. അപ്പൊ ഇന്നമായിരിക്കാണ് വില അധികമാണ്, അപ്പൊ ഞങ്ങൾ ഇത്ര വാങ്ങിയിട്ടുള്ളൂ, അപ്പൊ അതുകൊണ്ട് ചെയ്യാ എന്ന് പറയും. അങ്ങനാണെന്ന് പറയും. അതെ, പടപടേന്ന് അങ്ങനെ എല്ലാം റെഡിയായെന്നല്ലേ? വിറക് നന്നായി കത്തിയില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. നന്നായി കത്തിയാലാണ് നമുക്ക് വേഗം സമയത്തിനാകും. അല്ലെങ്കിൽ ഭയങ്കര മഴ സമയത്തൊക്കെ ഭയങ്കര പാടായിരിക്കും അല്ലേ? വിറകൊക്കെ നമ്മൾ അന്നാന്ന് വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിക്കാൻ ഒന്നും കടമില്ല. അന്നാന്ന് കിട്ടുന്നതുകൊണ്ട് വൈകുന്നേരം വരെ കച്ചവടം. വിറക് മേടിക്കുന്നതിന് നമ്മൾ പൈസ ഒക്കെ കൊടുക്കും. വിറക് മേടിക്കുന്ന ഒരു തൂക്ക് വിറകിന് 100 രൂപയാണ് പുളിവിറകിന്. 100 രൂപയാണ് പുളിവിറക്. ഈ മഴ സമയത്തൊക്കെ ഇപ്പൊ വില കൂടുതലായിരിക്കും. ഇതേ വിലക്ക് തന്നെയാണ് നമുക്ക് കിട്ടും, കൂട്ടത്തില്ല. ഇതേ വിലക്ക് തന്നെ. അവരിനി ജനുവരി തൊട്ട് 20 രൂപ ഒരു തൂക്ക് പറയുന്നു. അതായത് 100 കിലോ ആണോ തോന്നുന്നു ഒരു തൂക്ക്. അങ്ങനെയാ തോന്നുന്നു. എനിക്കറിയില്ല, അത് അന്വേഷിച്ചേ അറിയുള്ളൂ. നമുക്ക് ഒരു ദിവസം 300-400 രൂപന്റെ വിറക് വേണം. അത്ര ആവശ്യമുണ്ടല്ലേ? കാരണം ഇത്രയും ചോറും ഇതെല്ലാം വെച്ച് വരണ്ടല്ലേ? നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നില്ലാതെ വരുമ്പോ നമുക്ക് വിറക് ഇത് വേണ്ടി വരും. ഉപ്പൊക്കെ നമ്മള് കല്ലുപ്പാ ഉപയോഗിക്കുന്നത് അല്ലേ? നല്ലത് കല്ലുപ്പാ ഇടുന്നത് നല്ലത്. ഇനി നിങ്ങൾ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ കല്ലുപ്പ് ഇട്ടാൽ പ്രത്യേകിച്ച് ഒരു രീതിയിലോ. അതെ അല്ലേ? തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്. ഒന്നാം പാലാണ് വെച്ചാണ് 1.5 മുറി തേങ്ങന്റെ പാല്. അതാണ് ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. തിളച്ച് വരുന്ന കാണുമ്പോ ഇല്ലേ എനിക്ക് ചോറുന്നാൻ തോന്നുന്നുണ്ട്. ഇച്ചിരി കരിയാപ്പല ഇട്ട് കൊടുക്കാണ്. പാകമായി. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ആഹാ, തക്കാളി വെച്ച് തരാം. പച്ച വെളിച്ചെണ്ണ അല്ലേ? രുചിക്കല്ലേ പച്ച വെളിച്ചെണ്ണ കഴിക്കുന്നേ? ആഹാ, അടിപൊളി. അപ്പൊ കറി റെഡിയായി. പെട്ടെന്ന് റെഡി ആയിരുന്നല്ലേ? അടുപ്പിൽ ഒത്തിരി തീ ഉണ്ടായിരുന്നല്ലോ. ഇത് നമ്മള് ഓമയ്ക്ക് എന്താ പറയാ, അതിനെ കപ്പളങ്ങ തോരൻ. ഓമയ്ക്ക പറയും. അതെ, അതാണ് ഇത് തോരൻ കറി. ഇത് മോര് കറി. ഇത് മോര് കറി.
എല്ലാം റെഡി ആട്ടോ, രാവിലെ എണ്ണീറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി സ്പെഷ്യൽ ഐക്കൂറ മീൻകറി കൂട്ടി ഞാനൊരു പിടി ചോറും കൊണ്ടാൻ പോവാണ്. അപ്പോൾ അടിപൊളി കറിയാണ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി കൂടുതലൊന്നും പറയാനില്ല, ഞാൻ പെട്ടെന്ന് ഈ ചോറുണ്ട് തീർക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. അമ്മച്ചി ഒരു ടാറ്റ പറഞ്ഞോ. ടാറ്റാ. ഇനി വരുമ്പോൾ ഇതേപോലെ വെക്കും. വെച്ച് അത് തന്നെ.